ഒട്ടുമിക്ക മനുഷ്യന്മാരുടെ മനസ്സിൻ്റെ അകത്ത് ചെറിയ രീതിയിലുള്ള അസൂയൊക്കെ പല ആളുകളോടും പല കാര്യങ്ങളോടൊക്കെ തോന്നും. അത് ഭയങ്കര വലിയ തെറ്റാണ്, ഭയങ്കര മോശമാണ് എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷേ ഈ അസൂയ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, ഒരു പരിധി വിട്ടിട്ട് മുകളിലേക്ക് വേറെ ലെവലിലേക്ക് കയറി പോകുകയാണെന്നുണ്ടെങ്കിൽ ആ അസൂയ ഒരു മനുഷ്യനെ ഭയങ്കര വൃത്തികെട്ടവനാക്കി മാറ്റും. സീരിയസ്ലി മാൻ, യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ആ അസൂയ ഒരു മനുഷ്യനെ ഭയങ്കര വൃത്തികെട്ടവനാക്കി മാറ്റും. ഈ അസൂയുള്ളൊരു മനുഷ്യന് വേറെ മനുഷ്യന്മാരെയൊക്കെ കാണുന്ന സമയത്ത് ഭയങ്കരമായിട്ടൊരു ദേഷ്യം തോന്നുക, ചീത്ത വിളിക്കാൻ തോന്നുക, തെറി വിളിക്കാൻ തോന്നുക, ഫ്രസ്ട്രേറ്റഡ് ആവുക, വല്ലാത്തൊരു വിഷമമൊക്കെ തോന്നുക. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് ഒരു സെൽഫ് ഹാം ചെയ്യുന്നതിന് തുല്യമാണ്. സീരിയസ്ലി, നമ്മളെ തന്നെ മാനസികമായിട്ട് ഹാം ചെയ്യുന്നതിന് തുല്യമാണ് എന്നൊരു റിയാലിറ്റി ഇത്തരത്തിൽ പ്രവണതയുള്ള ആളുകൾ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഈ സോഷ്യൽ മീഡിയയ്ക്കകത്ത് പലപ്പോഴും പല സാഹചര്യത്തിലും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്, സെലിബ്രിറ്റീസിൻ്റെ ആയിക്കോട്ടെ, ആരുടെയോ ആയിക്കോട്ടെ, ആരെങ്കിലും കുറച്ച് ആഡംബരമായ ഒരു കാറ് വാങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു വീട് വാങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ ആഡംബരമായിട്ടൊരു കല്യാണം നടത്തുന്ന സമയത്ത് ഇതെല്ലാം മാറ്റി നിർത്തുക. സെലിബ്രിറ്റീസ് കൂടി കുറച്ച് ലക്ഷറിയസ് ആയിട്ട് അവരുടെ ജീവിതം അവരുടേതായിട്ടുള്ള രീതിയിൽ എൻജോയ് ചെയ്യുന്നൊരു മൊമെന്റ് കാണുന്ന സമയത്ത് പോലും അതിൻ്റെ താഴെ പോയിട്ട് പലരും ഭയങ്കരമായിട്ട് ചീത്ത വിളിക്കുന്നു, തെറി വിളിക്കുന്നു. എന്തൊരു വെപ്രാളം! ചില ആൾക്കാരുടെ വെപ്രാളങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും, ഓ, ഈ കമന്റ് ഇട്ട ആൾക്കാരുടെ കാശ് കൊണ്ടാണ് അവർ അടിച്ചു പൊളിക്കുന്നതെന്ന്. അയ്യോ അയ്യോ അയ്യോ, പരിതാപകരമാണ്, കഷ്ടമാണ്. എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ? പിന്നെ ചില ആൾക്കാരുടെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ചോദ്യം എങ്ങനെയാണ്, ഓ, ഇത്രയും കാശോ, എന്തിനാ വെറുതെ ഇങ്ങനെ പഠിക്കേണ്ടത്, എന്തിനു വേണ്ടിയിട്ടാണ്, ഇത്രയും കാശ് ഉണ്ടാക്കിയിട്ട് എന്തിനു വേണ്ടിയിട്ടാണ്, ഇതൊക്കെ ചാവുമ്പോൾ നിങ്ങൾ കൊണ്ടുപോകുമോ എന്ന് പറഞ്ഞിട്ട് ചോദിച്ചിന്നം പിന്നെ മറ്റേ ഇമോജി ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ പിന്നെ വേറൊരു ചോദ്യം എന്ന് പറയുന്നത്, ഓ, കാശുള്ളവർക്കും എന്തും ആവാലോ എന്ന്. രണ്ടിനുള്ള ഉത്തരം ഞാൻ തരാം. ചാവുമ്പോൾ ഇത്രയും കാശ് കൊണ്ടുപോകുമ്പോൾ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇല്ലില്ല, ചാവുമ്പോൾ കൊണ്ടുപോകില്ല. ചാവുമ്പോൾ അത്രയും കാശൊന്നും നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റില്ല. പക്ഷേ നമ്മളൊരു കാലത്ത് ചാവും എന്ന് വിചാരിച്ചിട്ട് കയ്യിലുള്ള കാശ് ചിലവാക്കാണ്ട് അല്ലെങ്കിൽ എൻജോയ് ചെയ്ത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കണം. എന്തായാലും ചാവും, കയ്യിലാണെങ്കിൽ കുറേ കാശുമുണ്ട്. എന്താ പിന്നെ ആ കാശും കൊണ്ട് അവനവന് പറ്റുന്ന രീതിയിൽ അവനവന് എന്താണ് പറയാ, ഇഷ്ടമുള്ള രീതിയിൽ അങ്ങ് ജീവിച്ചൂടെ, ആസ്വദിച്ചൂടെ? അപ്പൊ ഇങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് കമന്റ് ചെയ്യുന്ന ആളുകൾക്ക് ആ ഒരു പോസിറ്റീവ് രീതിയിൽ ചിന്തിക്കാനുള്ളൊരു മൂള ആക്ച്വലി ഇല്ല. അതെന്താ അല്ലേ, മൂള ഇല്ല അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു പോസിറ്റീവ് തിങ്കിങ് കപ്പാസിറ്റി ആക്ച്വലി ഇല്ല. പിന്നെ അടുത്തത്, കാശുള്ളവർക്ക് എന്തും ആവാലോ. അതൊരു നെഗറ്റീവ് ടോണിലുള്ള ഒരു സാധനമാണ്. കാശുള്ള ആൾക്കാർക്ക് എന്തും ആവാലോ ചോദിക്കുകയാണെങ്കിൽ, ഓക്കെ, ഇപ്പം ആരും വെറുതെ ഇരുന്നിട്ട് നിങ്ങൾക്ക് കുറച്ച് കാശ് ഞാൻ തരാട്ടോ, നിങ്ങൾ എടുത്തോ, അടിച്ചു പൊളിക്ക്, ഫ്രീ, നിങ്ങൾ പണിയൊന്നും എടുക്കണ്ടെന്ന് പറഞ്ഞിട്ടല്ല, നമ്മൾ ആരും കൊടുത്തിട്ടല്ല. ലൈക്ക് ആരും വെറുതെ ആർക്കും കൊണ്ട് കൊടുക്കണതല്ല. ഈ കാശ് ഉണ്ടാക്കിയിട്ടുള്ള ആൾക്കാരൊക്കെ അവനവൻ്റെതായിട്ടുള്ള രീതിയിൽ അവനവൻ്റെ സാഹചര്യത്തിൽ നിന്ന് അവർ പണിയെടുത്ത് ചെറുതിൽ നിന്ന് വലുതിലേക്ക് പണിയെടുത്തിട്ട് വേറെ രീതിയിലേക്ക് വന്നിട്ടുള്ള ആൾക്കാരാണ്. അങ്ങനെ കഷ്ടപ്പെട്ട് കാശ് ഉണ്ടാക്കിയിട്ടുള്ള ആൾക്കാരാണ്. ആ കാശ് അവർക്ക് എങ്ങനെ വേണമെങ്കിലും ചിലവാക്കാം, അവരതുകൊണ്ട് എൻജോയ് ചെയ്യുന്നു. അപ്പോൾ അത് കണ്ടിട്ട് നമുക്ക് ബുദ്ധിമുട്ട് തോന്നിയിട്ട് കാശുള്ളവർക്ക് എന്തോ ആവാലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നിയിട്ട് ഇങ്ങനെയൊക്കെ ചിന്തിക്കുകയും ആളുകളോട് പറയുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നതിന് പകരം അവനവൻ എന്ത് ചെയ്യാൻ പറ്റും? അവനവന് കിട്ടുന്ന പൈസ അത് എങ്ങനെ ആയിക്കോട്ടെ, ചെറിയ പൈസ ആയിക്കോട്ടെ, വലിയ എമൗണ്ട് ആയിക്കോട്ടെ, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളെ ആസ്വദിക്കാൻ വേണ്ടി നോക്കുക, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അല്ലെങ്കിൽ ഇനി വേറൊരാളുടെ ലൈഫ് കണ്ടിട്ട്, അല്ലെങ്കിൽ അവരുടെ ജീവിതം കണ്ടിട്ട്, ആ ആഡംബരം കണ്ടിട്ട് അതുപോലെ ആവാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ അത് ആവാൻ വേണ്ടി പറ്റാത്തതിൽ ഫ്രസ്ട്രേഷൻ നമ്മളിങ്ങനെ കമൻറ്റ് ഇട്ടിട്ടോ വർത്തമാനം പറഞ്ഞിട്ടോ തീർത്തിട്ട് യാതൊരു കാര്യമില്ല. അതിന് പകരം നമ്മൾ അതിനനുസരിച്ച് പ്രയത്നിക്കണം, ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് റിസ്ക് എടുത്തിട്ട് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. മനസ്സിലായല്ലേ? അപ്പോൾ ഇതിൻ്റെ അകത്ത് ഫ്രസ്ട്രേഷൻ അടിക്കലൊന്നും കാര്യമില്ല. ഇങ്ങനെ ചീത്ത വിളിക്കാനും പോയിട്ട് അവനവൻ്റെ കയ്യും അല്ലെങ്കിൽ ഇങ്ങനെ നാവും കൊണ്ടാണ് പറയണമെന്നുണ്ടെങ്കിൽ നാവും മനസ്സും കൊണ്ടാണ് ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ മനസ്സും ചീത്തയാക്കുക എന്നല്ലാണ്ട് യാതൊരു പ്രയോജനവും ഇല്ല മാൻ. പിന്നെ കോമൺ ആയിട്ട് വരുന്ന വേറെ കുറേ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓ, എന്തിനാണ് ഇത്രയും പൊട്ടിച്ച് കളയണത്, പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുത്തൂടെ, മറ്റത് വെച്ച് കൊടുത്തൂടെ, മറിച്ച് വെച്ച് കൊടുത്തൂടെ, മറ്റു വെച്ചു. സി, അതിലെന്തിനാണ് ഈ നാട്ടുകാരെന്തിനാ ബോധേഡാവുന്നത്? വൈ? ആളുകൾ അതിൽ ബോധേഡാവേണ്ട കാര്യമില്ലല്ലോ. കാരണം അത് അവർക്ക് അങ്ങനെ കാശുണ്ടാക്കുന്ന ആൾക്കാർ, ലക്ഷം അടിച്ച് നടക്കുന്ന ആൾക്കാർക്ക്, അങ്ങനെ പാവപ്പെട്ട ആൾക്കാർക്ക് വീട് വെച്ച് കൊടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ വെച്ച് കൊടുക്കും. വെച്ച് കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ ചിലപ്പോൾ വെച്ച് കൊടുത്തില്ല എന്നൊക്കെ വരും. അതെല്ലാം പൈസ അവനവൻ അധ്വാനിച്ച് ഉണ്ടാക്കുമല്ലോ. ആ അധ്വാനിച്ച് ഉണ്ടാക്കുന്നവൻ്റെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യമാണ്, വ്യക്തിപരമായിട്ട് ഉണ്ടാക്കുന്നവൻ്റെ തീരുമാനമാണ് അത് എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പം അതിൽ ഈ ഓരോ ആൾക്കാർ ആഡംബരം കാണിക്കുന്ന സമയത്ത് അത് കണ്ടിട്ട് നമ്മൾ കയറിയിട്ട് നിങ്ങൾ പാവപ്പെട്ടവർക്ക് കൊടുത്തൂടെ, മറത്തവർക്ക് കൊടുത്തൂടെ എന്നുള്ള രീതിയിൽ കമാൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അത് അപ്പം നിങ്ങൾ ചോദിക്കും, സോഷ്യൽ മീഡിയയാണ്, നമ്മൾ പോസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ താഴെ അങ്ങനെയൊക്കെ ചിലപ്പോൾ കമൻറ്റ് ഇട്ട് കളയുമെന്നൊക്കെ പറയും.
അത് വലിയ വീരവാദമായിട്ടോ ഭയങ്കര കൗണ്ടറായിട്ടോ ഒന്നും കൺസിഡർ ചെയ്യൊന്നും വേണ്ട. അതൊക്കെ വെറും ഒരു തൊലിഞ്ഞ ന്യായീകരണമായിട്ടും ചൊട്ട വർത്താനായിട്ടേ കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഒരു ക്വാളിറ്റി ഉള്ള മനുഷ്യന് ഒരിക്കലും വേറൊരാളുടെ കാശ് എന്ത് ചെയ്യണം, വേറൊരാൾ എങ്ങനെ ജീവിക്കണം, വേറൊരാൾ എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ തീരുമാനം എടുക്കാനോ അല്ലെങ്കിൽ അങ്ങോട്ട് തൊലിക്കാൻ വേണ്ടിയിട്ട് പോകണ ഒരു പ്രവണത കാണിക്കത്തില്ല. അപ്പം അത് മനസ്സിലാക്കുക. അത് വലിയ ഹുങ്കായിട്ടൊന്നും കാണിക്കണ്ട, വലിയ സംഭവമായിട്ട് തിരിച്ചത് കൗണ്ടർ ചെയ്യാനൊന്നും വരണ്ട. ക്വാളിറ്റി ഉള്ള ആൾക്കാർ അതൊന്നും ചോദിക്കാനും പിടിക്കാനൊന്നും ആക്ച്വലി പോകത്തില്ല. അത് അവരുടെ ലൈഫ് അവരുടെ കാശ് എന്നുള്ള രീതിയിൽ കണ്ടിട്ട് വിടുകയുള്ളൂ. ഇത് എന്തോരം സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള എക്സാമ്പിൾ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റുന്നേ. എന്തോരം സാഹചര്യത്തിൽ ഇപ്പോൾ പ്രിയ വാര്യർ എന്തോ അവരുടെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഇരുന്നിട്ട് ഡ്രിങ്ക്സ് കഴിക്കുക എന്തൊക്കെയോ സംതിങ് ആരോ വീഡിയോയിൽ ഷൂട്ട് ചെയ്തിട്ട് സോഷ്യൽ മീഡിയയ്ക്കകത്ത് പണ്ടെപ്പോഴും ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ താഴെ കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കാശുള്ള ആൾക്കാരുടെ വീട്ടിലെ പെണ്ണുങ്ങൾക്ക് എന്തും ചെയ്യാം, അവർക്ക് കള്ളു കുട്ടിക്കാം, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരോടൊക്കെ വല്ലാത്തൊരു സഹതാപമൊക്കെ തോന്നുന്നു. ഇങ്ങനെയൊക്കെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ജീവിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളോട് ഭയങ്കര കഷ്ടമാണ്. ഞാൻ ഒരു മനുഷ്യന് സമാധാനം കിട്ടാൻ പറ്റുന്നൊരു ട്രിക്ക് പറഞ്ഞുതരാം. അവനവൻ്റെ ലൈഫിൽ സംതൃപ്തരാവുക. അവനവൻ്റെ ലൈഫിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് അവനവൻ്റെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളുമായിട്ട് ജീവിച്ച് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതാകുമ്പോൾ ഒരു സുഖമാണ്. അവനവൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതിയല്ലോ. പക്ഷെ ഇത് ബാക്കിയുള്ളവൻ എന്ത് ചെയ്യുന്നു? ബാക്കിയുള്ളവൻ്റെ ലൈഫിൽ എന്താ നടക്കുന്നത്? അവർ കാറ് വാങ്ങിയോ, മറ്റവർ വാങ്ങിയോ, അവർ കള്ളുപിടിച്ചു, അവർ സിഗരറ്റ് വലിച്ചോ, ഇതിങ്ങനെ നോക്കിയിരുന്ന് എന്നാൽ ഇതിനൊന്നും പോസിറ്റീവായിട്ടുള്ള രീതിയിൽ ചിന്തിക്കാനും പറ്റില്ല. ഇതിനൊക്കെ നെഗറ്റീവായിട്ടുള്ള രീതിയിൽ ചിന്തിച്ചിട്ട് അതിൽ കയറിയിട്ട് ഡിഗ് ചെയ്തിട്ട് അങ്ങനെ പോകുന്ന ഒരു പ്രവണതയുണ്ടല്ലോ. സീരിയസ്ലി അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. അതൊരു സെൽഫ് ഹാം ചെയ്യുന്നതിന് തുല്യമാണ്. ഒരു സെൽഫ് ഹാമാണത്. നമ്മൾ മാനസികമായിട്ട് നമ്മളെ തന്നെ കൊച്ചാക്കിക്കൊണ്ടിരിക്കുകയാണ്. മാനസികമായിട്ട് നമ്മളെ തന്നെ താഴ്ത്തി കെട്ടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു അവസ്ഥയത്. മറ്റേ ഫിഷിങ് ഫ്രീക്കോ എന്താണ് അവൻ്റെ പേര്, എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല. മൂപ്പര് ഒരു കാറങ്ങാണ്ട വാങ്ങിയിട്ട് ഫേസ്ബുക്കിൻ്റെ അകത്തൊക്കെ പോസ്റ്റ് ചെയ്ത സമയത്ത് എൻ്റെ പൊന്നെ അതിൻ്റെ അകത്ത് 90% ആൾക്കാരുടെ കമൻറ്റ് എന്ന് പറയുന്നത് കാശുള്ളവൻ എന്ന് പറഞ്ഞിട്ടുള്ള സാധനമാണ്. സോ ഇത്രേ പറയാനുള്ളൂ. പിന്നെ വേറെ ഞാൻ തമ്പനിയിൽ വെച്ച കാര്യങ്ങളിലേക്ക് വരാം. ഇപ്പോൾ അറ്റ്ലി സിനിമ ഡയറക്ടർ, പിന്നെ സൽമാൻ ഖാൻ്റെ പെങ്ങള്. ഇപ്പോൾ അറ്റ്ലിയുടെ വിവാഹം കഴിഞ്ഞ സമയത്താണെങ്കിലും പലപ്പോഴും സോഷ്യൽ മീഡിയക്കകത്ത് അവരുടെ ഭാര്യയും പുള്ളിയും തമ്മിലുള്ള ഒരുമിച്ച ഫോട്ടോ ഒക്കെ വരുന്ന സമയത്ത് അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾ എന്ന് പറയുന്നത് ഭയങ്കര ബോഡി ഷെയ്മിങ് ആയിട്ടുള്ള രീതിയിലാണ്. ലൈക്ക് കളറൊക്കെ വെച്ചിട്ട്, ലൈക്ക് പുള്ളിയുടെ കളറിനെയും വൈഫിൻ്റെ കളറിനെയൊക്കെ വെച്ചിട്ടുള്ള രീതിയിൽ. ഇപ്പോൾ കാശുള്ളവന് പെണ്ണിനെ കിട്ടാൻ പണിയില്ല, കാശുള്ളവന് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ഉള്ളൊരു രീതിയിലുള്ള സംഭവം. കാശില്ലാത്തവനെ ഇങ്ങനെ കിട്ടില്ല എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള കമൻസ് ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അത് ഞാൻ അറ്റ്ലിയുടെ കാര്യത്തിൽ മാത്രമല്ല പറയുന്നത്. ഇപ്പോൾ ഒരു തമിഴ് ഡയറക്ടറിൻ്റെ ഒരു കല്യാണം കഴിഞ്ഞല്ലോ. പുള്ളിയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല. തമിഴിലുള്ള ഒരു ഡയറക്ടറിൻ്റെ ഒരു കല്യാണം കഴിഞ്ഞു. ആ പുള്ളിനെയും വൈഫിൻ്റെ ഒരുമിച്ചുള്ള ഫോട്ടോൻ്റെ താഴെ പോയിട്ടാണെന്നുണ്ടെങ്കിൽ അവിടെയും ഇതേപോലെ തന്നെ കാശുള്ളവന് എന്ത് തടി, എന്ത് മെലിവ്, എന്ത് കളർ, അതിന് പെണ്ണിനെ കിട്ടാൻ പണിയില്ല. ഈ സാധനം എല്ലാം കാശ് ഇരുന്ന് ജഡ്ജ് ചെയ്യാണ്. നമ്മളിരുന്ന് ജഡ്ജ് ചെയ്യാണ് ഇരുന്നിട്ട് കാശുള്ളവന്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവരുടെയൊക്കെ മനസ്സിൻ്റെ അകത്ത് ഈ തടിയുള്ള മനുഷ്യൻ അല്ലെങ്കിൽ നിറമില്ലാത്ത മനുഷ്യൻ എന്നൊക്കെ പറയുന്നത് എന്തോ ഭയങ്കര മോശമായിട്ടാണ് ആക്ച്വലി കാണുന്നത്. അപ്പോൾ ഈ തടിയുള്ള മനുഷ്യനോ അല്ലെങ്കിൽ എന്താണ് പറയുക, കറുത്ത നിറമുള്ളൊരു മനുഷ്യനോ പെണ്ണ് കെട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ ചെക്കനെ കെട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് കാണുന്ന ആൾക്കാർ മനസ്സിലാക്കുന്ന അത് കാശുള്ളതുകൊണ്ടാട്ടോ, ഇല്ലെങ്കിൽ കിട്ടില്ല എന്നുള്ളൊരു മനോഭാവത്തോട് കൂടിയിട്ടാണ്. അത് ബോഡി ഷെയ്മിങ് എന്നുള്ളതിനെക്കാട്ടിലുപരി ഇത്തരത്തിലുള്ള രീതിയിൽ ഒരു സംഭവത്തിനെ കണ്ടിട്ട് ജഡ്ജ് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു മാനസികാവസ്ഥ എത്രത്തോളം വൃത്തികേടാണെന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അത് ഞാൻ പച്ചയ്ക്ക് ഇൻസൾട്ട് ചെയ്യാണ്. വെറും കഴിവ് കെട്ട വെറും പട്ടിത്തീട്ടങ്ങളാണ്. അല്ലെങ്കിൽ മനസ്സിന് യാതൊരു തരത്തിലുള്ള ഒരു പുരോഗമനവും അല്ലെങ്കിൽ മാനസികമായിട്ട് ഒരു തരത്തിലുള്ള വളരാൻ ആഗ്രഹിക്കാത്ത കുറേ വേട്ടാവളിയന്മാരാണ് ഇത്തരത്തിലുള്ള ജഡ്ജ്മെൻ്റലായിട്ടുള്ള രീതിയിൽ കമൻറ്റ് ചെയ്യുകയും ചിന്തിക്കുകയൊക്കെ ചെയ്യുന്നത്. എക്സാമ്പിൾസ് പറയാനാണെങ്കിൽ ഒരുപാടുണ്ടല്ലോ. ഇപ്പോൾ മറ്റേ മീരാനന്ദൻ്റെ മാരേജ് കഴിഞ്ഞിട്ടുള്ള മറ്റേ ഫോട്ടോൻ്റെ താഴെ ആണെങ്കിലും കുറേ ആൾക്കാരും കുണച്ച കമൻറ്റും കൊണ്ട് ചെന്നിട്ടുണ്ടായിരുന്നു. നൂറിൻ ഷെറീഫിൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്താണെങ്കിലും അത്തരത്തിലുള്ള കമൻറ്റുകൾ ആളുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ എക്സാമ്പിൾസ് ഉണ്ട്. ഇപ്പം ലുക്മാൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്താണെന്നുണ്ടെങ്കിലും അതിൻ്റെ താഴെയും പോയിട്ട് കുറേ ആൾക്കാർ അത്തരത്തിലുള്ള കമൻറ്റുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് ബോഡി ഷെയ്മിങ് കൈൻഡ് ഓഫ് കമൻറ്റ്സ്. അപ്പം
ആളുകൾ ഈ സോഷ്യൽ മീഡിയക്കകത്ത് ഇരുന്നിട്ട് ഓരോ ആൾക്കാരുടെ കല്യാണത്തെ ജഡ്ജ് ചെയ്യുക, വധൂവരന്മാരെ ജഡ്ജ് ചെയ്യുക, അവരുടെ പൈസ വെച്ചിട്ടും അവരുടെ കളർ വെച്ചിട്ടും ശരീരം വെച്ചിട്ടും ഒക്കെ ജഡ്ജ് ചെയ്യുക. അപ്പോൾ ഭീകരമാണ്, ഇതൊക്കെ ഭീകരതയാണ്, ഭീകരമായ ഒരു അവസ്ഥയാണ് ഇതൊക്കെ. ഇപ്പൊ സൽമാൻ ഖാന്റെ, ഞാൻ മലയാളികളെ മാത്രമല്ല പറയുന്നത്, ഈ കാര്യത്തിൽ തമിഴന്മാരും ഊളകളാണ്. ഇന്ത്യൻസ് മൊത്തം ഊളകളാ ഈ കാര്യത്തിൽ. ഊളകൾ എന്ന് പറഞ്ഞാൽ പച്ചയ്ക്ക് പറയാം, ഊളകളാ. നമ്മൾ വിചാരിക്കും മലയാളികളും തമിഴന്മാരെ മാത്രം അല്ല. സൽമാൻ ഖാന്റെ പെങ്ങള് അറിയാലോ, അത് അഡോപ്റ്റഡ് ആയിട്ടുള്ള കിഡാണ്. ഓക്കെ, അഡോപ്റ്റഡ്, അവരുടെ സ്വന്തമായിട്ടുള്ള പെങ്ങൾ അങ്ങനെയല്ല, സ്വന്തമായിട്ടാണ് അവർ കാണുന്നത്, പക്ഷെ അഡോപ്റ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ സൽമാൻ ഖാന്റെ ആ പെങ്ങള് ഒരു പയ്യനെ കല്യാണം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ വീഡിയോസിൻ്റെ ഫോട്ടോസിൻ്റെ ഒക്കെ താഴെ പോയിട്ട് പല നോർത്ത് ഇന്ത്യൻസ് ആണെങ്കിലും കമൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, സംഭവം എന്താണ്, ആ ചെക്കന് വേറെ പെണ്ണിനെ ഒന്നും കിട്ടിയില്ലേ, എന്താണ് സൽമാൻ ഖാൻ്റെ കാശ് കണ്ടിട്ട് അല്ലെങ്കിൽ അവരുടെ പ്രതാപം കണ്ടിട്ടാണ് ആ ചെക്കൻ ഇങ്ങനെ ഒരു റിസ്ക് എടുത്തിരിക്കുന്നത്, എന്താണ് അതുകൊണ്ടാണ് ആ പെണ്ണിനെ കല്യാണം കഴിച്ചത് ഒക്കെ എന്നുള്ള രീതിയിലുള്ള കമൻറ്റുകൾ. അമ്പോ ഫ്രസ്ട്രേഷൻ അറ്റ് ഇറ്റ്സ് പീക്ക്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കാഴ്ചപ്പാട് വെച്ചിട്ട് ഇത്തരത്തിലുള്ള കമൻറ്റുകളൊക്കെ ചെയ്യുന്ന ആളുകളുടെ പ്രശ്നം എന്താണ്? നമ്മൾ വെറും പൊട്ടന്മാർ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എവിടെ കാശ്, നമ്മുടെ കയ്യിൽ സൗന്ദര്യവും ഇല്ല, നമ്മുടെ കാശും ഇല്ല, നമുക്ക് എൻജോയ് ചെയ്യാനും പറ്റുന്നില്ല, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ബാക്കിയുള്ള ആൾക്കാർ ചെയ്തിട്ടൊക്കെ പോകണു. അത് കാണുന്ന സമയത്ത് നമുക്കാണെങ്കിൽ അസൂയയെ മൂക്കണു, ഫ്രസ്ട്രേഷൻ മൂക്കണു, ദേഷ്യം മൂക്കണു, ചീത്ത വിളിക്കാൻ തോന്നുന്നു, ഇൻസൾട്ട് ചെയ്യാൻ തോന്നുന്നു. എന്നാൽ പിന്നെ അറ്റ്ലീസ്റ്റ് കമൻറ്റെങ്കിലും ചെയ്തിട്ട് അങ്ങ് ആ ഒരു ഫ്രസ്ട്രേഷൻ അങ്ങ് തീർത്തേക്കാം എന്നുള്ളൊരു വിചാരത്തിലാണ് പലരും അപ്പം അങ്ങനെ ചെയ്യണത്. ഞാൻ പറഞ്ഞത് തെറ്റുണ്ടോ? അപ്പം ഇതൊക്കെയാണ് മോനെ അവസ്ഥ, ഇതൊക്കെയാണ് അവസ്ഥ. ഇവിടെ ഒന്നും ചെയ്യാനില്ല, ഇതിനപ്പുറം ഒന്നും പറയാനില്ല മാൻ. ഈ സിമ്പിളായിട്ട് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. അവനവൻ്റെ ജോലിയുണ്ടോ, പണിയെടുക്കാൻ തയ്യാറാണോ, അവനവൻ്റെ സാഹചര്യത്തിനനുസരിച്ച് അവനവൻ്റെ ജോലിക്കനുസരിച്ചുള്ള പണം കിട്ടും, അവനവൻ അധ്വാനിച്ച പണം കിട്ടും. ആ പൈസ കൊണ്ട് അവനവന് ഇഷ്ടമുള്ള രീതിയിൽ ചാരിറ്റി ചെയ്യേ, അവനവന് ഇഷ്ടമുള്ള രീതിയിൽ സ്പെൻഡ് ചെയ്യുകയെ, അവനവന് ഇഷ്ടമുള്ള രീതിയിൽ കാർ വാങ്ങുക, വീട് കെട്ട്, അവനവൻ്റേതായിട്ടുള്ള രീതിയിൽ ചെയ്യുക. അതിലൊന്നും ആരും തലയിടാൻ വേണ്ടിയിട്ട് വരില്ല. ബാക്കിയുള്ളവൻ്റെ കാശിൻ്റെ കാര്യത്തിലാണെങ്കിലും ബാക്കിയുള്ളവൻ്റെ ജീവിതത്തിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ആരും കയറി തലയിട്ടിട്ട് മറ്റേ അഭിപ്രായം പറയാൻ വേണ്ടി പോകേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ പറഞ്ഞപ്പോൾ ഞാൻ എല്ലാം പറഞ്ഞു എന്ന് മാത്രം കേട്ടോ, ഇത്രയ്ക്കൊക്കെ ഉള്ളൂ. അപ്പോൾ ശരിയെന്ന് എൻ്റെ പൊന്നാളിയാ, ഞാൻ ചെറിയൊരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മുടെ പൃഥ്വിരാജ് സുകുമാരൻ്റെയും ഇന്ദ്രജിത് സുകുമാരൻ്റെയും അമ്മ മല്ലിക സുകുമാരൻ, ഞാനിടയ്ക്ക് അവരുടെ ചില ഇൻ്റർവ്യൂസൊക്കെ ഇരുന്ന് കാണാറുണ്ട്. നല്ല രസമാണ് അവരുടെ സംസാരമൊക്കെ കേട്ടിരിക്കാൻ. അവർ ഭയങ്കര ജോളിയായിട്ട് സംസാരിക്കുന്ന ഒരു കൈൻഡ് ഓഫ് ആറ്റിറ്റ്യൂഡുള്ള വ്യക്തിയാണ്. ഒരു പോസിറ്റീവ് വൈബ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അവരുടെ മക്കളെ കുറിച്ചിട്ടും മരുമക്കളെ കുറിച്ചിട്ടും പേരക്കുട്ടികളെ കുറിച്ചിട്ടും ഒക്കെയാണ് സംസാരിക്കുന്നത്, ചിരിച്ച് കളിച്ചിട്ടൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചില ക്ലിപ്പുകളൊക്കെ ഫേസ്ബുക്കിൻ്റെ അകത്ത് വരുന്ന സമയത്ത് അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾ ഈസ് ലൈക്ക്, കുറേ വട്ടവാളിയന്മാർ അങ്ങോട്ട് ഇറങ്ങും. എന്തൊരു തള്ളാണ് ഈ അമ്മ തള്ളുന്നത്, ഈ തള്ള എപ്പോഴും ഇരുന്ന് തള്ളലാണ്, ഇരുന്ന് പൊക്കിയടിക്കുക, മക്കളെ പൊക്കിയടിക്കുക, ഇതാണ് ഇവരുടെ പരിപാടി എന്നൊക്കെയാണ് പലരും പറയുന്നത്. സീരിയസ്ലി ഇതെങ്ങനെയാണ് അവർ പറയുന്ന കാര്യങ്ങൾ തള്ളാവുന്നത്? എങ്ങനെയാണ് അങ്ങനെ ഒരു ജഡ്ജ്മെൻറ്റിലേക്ക് ഈ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർ എത്തുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ മല്ലിക സുകുമാരൻ എന്ന് പറയുന്നത് അവരൊരു സെലിബ്രിറ്റിയാണ്, അവരുടെ ഭർത്താവ് ഒരു സെലിബ്രിറ്റിയാണ്, അവരുടെ മക്കൾ വലിയ സെലിബ്രിറ്റീസാണ്. അവരുടെ ജീവിത സാഹചര്യത്തിനനുസരിച്ചിട്ട് അവർക്ക് അവരുടേതായിട്ടുള്ള എക്സ്പീരിയൻസുകൾ ഉണ്ടാവും. അവർ ആ സാഹചര്യത്തിനനുസരിച്ചിട്ടുള്ള ആ എക്സ്പീരിയൻസുകളും കാര്യങ്ങളൊക്കെയാണ് അവർ ഷെയർ ചെയ്യുന്നത്. അപ്പം അത് കേൾക്കുന്ന ആളുകളുടെ ജീവിത സാഹചര്യം അവരെ പോലെയല്ല, അല്ലെങ്കിൽ അവർക്കുണ്ടാവുന്ന എക്സ്പീരിയൻസ് നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല എന്ന് വിചാരിച്ചിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ തള്ളാണ്, അവർ പറയുന്ന കാര്യം പൊങ്ങച്ചാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞ് കക്ക എന്ന് പറഞ്ഞ് കിണിക്കുന്നവൻ്റെ വിചാരം അതെന്തോ വലിയ അന്തസ്സാണ്, എന്തോ വലിയ കോമഡി അടിച്ചു എന്നൊക്കെയാണ്. പക്ഷേ ഒരു ബോധമുള്ളവൻ അത്തരത്തിലുള്ള കമൻറ്റുകൾ വായിക്കുന്ന സമയത്ത് വെറും കച്ചറയായിട്ടും അല്ലെങ്കിൽ വെറും ഭൂലോക തോൽവിയായിട്ടും ലൂസറായിട്ടാണ് തോന്നുള്ളൂ. ഞാൻ ഈ ഒരു വിഷയത്തെക്കുറിച്ച് പണ്ട് സംസാരിച്ചിട്ടുണ്ട്. ഈ മല്ലിക സുകുമാരൻ്റെ ഇൻ്റർവ്യൂസിൻ്റെ താഴെ വരുന്ന കമൻറ്റുകളെ കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അതിൽ ഞാൻ കുറേ കമൻറ്റുകളൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ വീണ്ടും ഈ ഒരു പെർട്ടിക്കുലർ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതുകൊണ്ട് ഇതും കൂടി ആഡ് ഓൺ ചെയ്തു എന്ന് മാത്രം. ഇപ്പോൾ പുള്ളി ലംബോർഗിനി കാറൊക്കെ വാങ്ങിയല്ലോ, അപ്പോൾ ഈ ലംബോർഗിനിനെ കുറിച്ചിട്ടൊക്കെ മല്ലിക സുകുമാരൻ സംസാരിക്കുന്നുണ്ട്. അത് തമാശ രൂപത്തിലാണ് പല കാര്യങ്ങളും പറയുന്നത്. അപ്പോൾ ഈ ലംബോർഗിനി എന്നൊക്കെ പറയുമ്പോൾ അവരുടെ ജീവിത സാഹചര്യത്തിനനുസരിച്ചിട്ട് നോക്കുന്ന സമയത്ത് ഈ ലംബോർഗിനി എന്നൊക്കെ പറയുന്നത് കുറേ കാറുകൾ വാങ്ങുന്ന കൂട്ടത്തിൽ ഒരു കാറ്, അത്രയേ ഉള്ളൂ. അത് കാണുന്ന ആൾക്കാർക്ക് കണ്ണുകടി തോന്നിയിട്ട് അവർ ലംബോർഗിനി എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് അഫോർഡ് ചെയ്യാൻ വേണ്ടി പറ്റാത്തതാണ്, അല്ലെങ്കിൽ നമുക്ക് സ്വപ്നം കാണാൻ വേണ്ടി പറ്റാത്തതാണെന്ന് വിചാരിച്ചിട്ട് അവർ പറയുന്നത് കള്ളമാണ്, അല്ലെങ്കിൽ അവർ തള്ളി ഇറക്കുകയാണ്, അവർ സ്വയം ഇരുന്ന് ബൂസ്റ്റ് ചെയ്യുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ?
ഇതിപ്പോൾ ഷാറൂഖ് ഖാൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, നിങ്ങൾ ഏത് വണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അയാളുടെ വീട്ടിൽ 3, 4, 5, 6, 10, 15 കാറുകൾ ഉണ്ടാവും. ഓരോരോ കാറുകളുടെ പേരുകൾ എടുത്ത് പറയുന്ന സമയത്ത് അയാളോട് പോയിട്ട് നിങ്ങൾ എന്തൊരു പൊങ്ങച്ചോണം, നിങ്ങൾ എന്തൊരു തള്ളാണെന്ന് പോയി പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അല്ലെങ്കിൽ ലാലേട്ടനോട് മമ്മൂക്കയുടെ ഒക്കെ ചോദിച്ചിട്ട് അവർ ഓരോ കാറുകളുടെ പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് തള്ളാണെന്ന് നമ്മളിരുന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അത് നമുക്കാണ് അത് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റാത്തത്. അവരുടെ ജീവിത സാഹചര്യത്തിനനുസരിച്ചിട്ട് അതൊക്കെ അവർക്ക് അഫോർഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അതുകൊണ്ട് ഇത് കണ്ടിട്ട് തള്ളി ഇറക്കുന്നു അല്ലെങ്കിൽ അവർ പൊങ്ങച്ചടിക്കുന്നു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അത് വെറും കച്ചറ പരിപാടിയാണെന്നേ. അപ്പം ശരി എന്നാ.